ഇനി നേരെ പാലക്കാടേക്കാണ് പോകുന്നത്. അവിടെ കൊല്ലങ്കോട് ICDS വഴി അങ്കണവാടികൾക്ക് സാധനങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച മീഡിയ വൺ വാർത്ത പൂർണ്ണമായും ശരിവച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തുവന്നത്. സക്ഷം പദ്ധതി വഴി സാധനങ്ങൾ വാങ്ങിയതിൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്ന് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ നിയമങ്ങളും സ്റ്റോർ പർച്ചേസ് മാനുവലും പൂർണ്ണമായും ലംഘിക്കപ്പെട്ടതായും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. സക്ഷം പദ്ധതി വഴി അംഗൻവാടികളിലേക്ക് സാധനങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച മീഡിയ വൺ വാർത്താ പരമ്പര ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ജില്ലാതല ICDS സെൽ സീനിയർ സൂപ്രണ്ട് V ഗിരീഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് ഓഡിറ്റ് നടത്തിയത്. കൊല്ലങ്കോട് ICDS ഓഫീസിലെ സ്റ്റോക്ക് രജിസ്റ്റർ പോലും അപൂർണമാണ്. ഓരോ ഇനത്തിലും സ്പ്ലിറ്റ് പർച്ചേസ് നടത്തിയത് നിയമവിരുദ്ധമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ജം പോർട്ടൽ വഴി ഓർഡർ നൽകിയത് മരത്തിന്റെ ഷൂ റാക്കിന്, അംഗൻവാടികളിൽ എത്തിച്ചതാകട്ടെ പ്ലാസ്റ്റിക്കിന്റെ ഷൂ റാക്ക്. എന്തിന് വാട്ടർ കണക്ഷൻ എടുക്കാത്ത അംഗൻവാടികളിൽ വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു. ഈ ടെൻഡർ മാനദണ്ഡങ്ങൾ ലംഘിച്ചു. ഓർഡർ ചെയ്ത സാധനങ്ങൾക്ക് പകരം മറ്റ് സാധനങ്ങൾ വിതരണം ചെയ്തിട്ടും പരാതി പോലും നൽകിയില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. MRPയേക്കാൾ കൂടിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിയതിനാൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടായി. എന്നാൽ ഓർഡർ ചെയ്ത സാധനങ്ങൾക്ക് പകരം മറ്റ് സാധനങ്ങൾ വന്ന സംഭവത്തിലെ സാമ്പത്തിക നഷ്ടം സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വലിയ ക്രമക്കേടാണ് കൊല്ലങ്കോട് ICDSൽ നടന്നതെന്നും ഇതിൽ വകുപ്പ് തല നടപടികൾ വേണമെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാജിദ് അജ്മൽ തന്നെ തത്സമയം ചേരുന്നു പാലക്കാട് നിന്ന്. സാജിദ്, ഈ വാർത്ത നേരത്തെ സാജിദ് തന്നെ റിപ്പോർട്ട് ചെയ്തത് ഓർക്കുന്നുണ്ട്. അതായത് ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പാതിരാത്രി വരെ ഈ പർച്ചേസ് ഒക്കെ നടന്നു എന്നുള്ള വാർത്തയായിരുന്നു. എന്തായാലും നമ്മൾ പുറത്തു കൊണ്ടുവന്ന സാജിദ് അവിടെ നിന്ന് മുൻകൈയെടുത്ത് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ അത് എല്ലാം പൂർണ്ണമായും ശരിയാണ് എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജിൽസി സൈഫുദ്ദീൻ, തീർച്ചയായും നമ്മുടെ വാർത്താ പരമ്പര പൂർണ്ണമായി ശരിവെക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കൊല്ലങ്കോട് ICDS കേന്ദ്രീകരിച്ചാണ് 140-ലധികം അംഗൻവാടികളിലേക്ക് സാധനങ്ങൾ വാങ്ങുകയും ഇതിൽ വലിയ അഴിമതിയും ക്രമക്കേടും ഉണ്ട് എന്ന നമ്മുടെ വാർത്ത ശരിവെക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഇതിൽ സർക്കാരിൻ്റെ നിയമങ്ങളും ഈ സ്റ്റോർ പർച്ചേസ് മാനുവലും പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു, ഈ ടെൻഡർ നടപടികൾ പാലിക്കപ്പെട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. MRPയേക്കാൾ കൂടുതൽ വിലയിൽ സാധനങ്ങൾ വാങ്ങിയതിൽ സർക്കാരിന് നഷ്ടമുണ്ടായി എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് ഈ നമ്മുടെ വാർത്തയെ തുടർന്ന് പിന്നീട് ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഓഡിറ്റ് നടത്തിയത്. ഇതിൽ ഈ സാധനങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾക്ക് പകരം മറ്റ് സാധനങ്ങൾ വാങ്ങിയത് നമ്മുടെ വാർത്തയിൽ നേരത്തെ സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിലും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഷൂ റാക്കാണ് മരത്തിന് പകരം വന്നത്. ഇത് കൂടാതെ ഈ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി ഒരു കാരണവശാലും വാങ്ങരുത് എന്ന് പറഞ്ഞിരുന്ന ഒരു റാക്ക്, അത് ഈ കിച്ചണിൽ മറ്റും ഉപയോഗിക്കുന്ന റാക്കാണ്. ഈ കിച്ചൺ റാക്ക് അതേ സാധനം വാങ്ങരുത് എന്ന് തീരുമാനമെടുക്കുന്നു. ആ സാധനമാണ് അംഗൻവാടികളിൽ വിതരണം ചെയ്തിരിക്കുന്നത്. ഈ വാട്ടർ കണക്ഷൻ ഇല്ലാത്ത അംഗൻവാടികളിൽ വരെ വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ ഉദ്യോഗസ്ഥരും ഈ വിതരണം ചെയ്ത കമ്പനികളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടോ, രാത്രിയിൽ ഉൾപ്പെടെ ഇത്തരം ഈ ഓർഡറുകൾ നൽകിയതിൽ ഈ വഴിവിട്ട ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിനൊരു ന്യൂനതയായി കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സാധനങ്ങൾ മാറി വന്നതിലും സ്വാഭാവികമായും സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാം. ആ കാര്യവും ഓഡിറ്റ് റിപ്പോർട്ടിലില്ല. മറ്റെല്ലാ കാര്യങ്ങളും തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകി.